ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരാം. സ്വർഗം കിട്ടുന്ന ഒരു അമൽ ഞാൻ ചെയ്താൽ എനിക്ക് സ്വർഗം വേണം, അങ്ങനെ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, അലൈക ബിസ്സൗം, ഈ അബൂ ഉമാമ നോമ്പ് പിടിച്ചോളി. ലാ ഇദില ലഹു, ആ നോമ്പിന് തുല്യം, ആ നോമ്പിനോട് കിടപിടിക്കുന്ന മറ്റൊരു ആരാധനയും ഇസ്ലാമിനില്ലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, നോമ്പ് മാത്രമാണ്. അദ്ദേഹം കുറെ ഇബാദത്തുകൾ ആഗ്രഹിച്ചാണ് പ്രവാചകന്റെ മുന്നിൽ ചെല്ലുന്നത്. വീണ്ടും പ്രവാചകനെ സമീപിച്ചിട്ട് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ദലു യാ റസൂലല്ലാഹ്, ഇസ്ലാമിലെ ഏറ്റവും പുണ്യകരമായ ഒരു അമൽ എനിക്ക് അറിയിച്ചു തന്നാൽ നബിയേ. പ്രവാചകൻ പറഞ്ഞു, അബൂ ഉമാമ അലൈക ബിസ്സൗം ലാ ഇദില ലഹു, നോമ്പാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം. ഹദീസിൽ കാണാം പ്രിയപ്പെട്ടവരെ, ഫഖാല അബൂ ഉമാമ, ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ തീ കത്തിക്കാത്ത ദിനരാത്രങ്ങളായിരുന്നു. ഈ ഹദീസ് കേട്ടതിന് ശേഷം സുന്നത്തായ നോമ്പുകൾ അദ്ദേഹം പിടിക്കും. റമദാനിലെ ഫർളായ നോമ്പ് മാത്രമല്ല, പുറമെ സുന്നത്തായ നോമ്പുകൾ അദ്ദേഹം ധാരാളമായി പിടിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പകരം തീ കത്തിക്കപ്പെട്ടിരുന്നത് ഇദാ നസല ബിഹി വൈഫുൻ, ആരെങ്കിലും അതിഥികൾ വന്നാൽ അവർക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിന്